മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങളിൽ ഒന്ന്, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. എന്തിനെ മുറുകെ പിടിക്കരുത്? അതിനാധാരമായിട്ടൊരു വാക്യം വായിക്കണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളെ അവർ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. ഈ വാക്യത്തിന്റെ ചരിത്രത്തിലേക്കോ പശ്ചാത്തലങ്ങളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ കടക്കണില്ല, അതിനുള്ള സമയം എനിക്കില്ല. രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലിന് ഈ ലോകത്തിൽ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 1-ാമത്തെ കാര്യം പാപമാണ് എന്ന് പറയേണ്ടതിന് ആധാരമായി ഞാൻ ഈ വാക്യം വായിച്ചതാ. പാപങ്ങളെ മുറുകെ പിടിക്കരുത്. എന്താ സഹൃദയരെ പാപം? ഏറെ പരിചിതമുള്ളൊരു പദമാണ് പാപം. നമുക്ക് ഭയമുള്ള ഒന്നാണ് പാപം. കേട്ട് തഴക്കം വന്ന് പഴക്കം വന്നൊന്നാണ് പാപം. പിന്നിട്ട 13 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ തുടർമാനമായി പ്രസംഗിച്ചു വന്നൊരു വിഷയമാണ് പാപം, പാപത്തിൻ്റെ രംഗപ്രവേശനം, പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ, പാപത്തിൻ്റെ പരിഹാര മാർഗങ്ങൾ. ഇന്നും എനിക്ക് ലഭിക്കുന്ന കവലകളിലെ പൊതുവേദികളിലെ ഞാൻ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് പാപം, പാപത്തിൻ്റെ രംഗപ്രവേശനം, പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ, പാപത്തിൻ്റെ പരിഹാര മാർഗം. എന്താണ് പാപം? ഏറെ വിശദീകരിക്കാനുണ്ടെങ്കിലും ഒറ്റ വാക്കിൽ നിന്ന് ഓർപ്പിച്ചങ്ങ് വിടാം. എന്താണ് പാപം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും ചെയ്യാതിരിക്കേണ്ടത് ചെയ്യുന്നതുമാണ് എന്ത്? അതാ പാപം. പാപത്തിന് കൊടുക്കാൻ പറ്റുന്നൊരു പര്യായം അതേ ഉള്ളൂ. ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നാൽ, ചെയ്യാതിരിക്കേണ്ട കാര്യം ചെയ്താൽ അതിനെ എന്ത് വിളിക്കാം? പാപം. പാപം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമായ ബൈബിളിൽ നാം ഒരു അന്വേഷണം നടത്തിയാൽ പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറിയ ദൃഷ്ടിയിൽ നാം വലുതെന്ന് ചിന്തിക്കുന്ന ഭീകര കാര്യങ്ങൾ മാത്രമല്ല പാപം. അപരന്റെ കഴുത്ത് കണ്ടിക്കുന്നത് മാത്രമല്ല പാപം. അവരനെ കൊത്തി കൊലപ്പെടുത്തുന്നത് മാത്രമല്ല പാപം. അവരെന്റെ സമ്പത്ത് അപഹരിക്കുന്നത് മാത്രമല്ല പാപം. അവരെ മാരകമായി ചതിക്കുന്നത് മാത്രമല്ല പാപം. നമ്മുടെ ദൃഷ്ടിയിൽ ഭീകരമെന്ന് ചിന്തിക്കുന്ന, വലുതെന്ന് ചിന്തിക്കുന്ന ആ മഹാകാര്യങ്ങൾ മാത്രമല്ല പാപം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ദൃഷ്ടിയിൽ അവൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ഒരു ചെറിയ ചിന്ത പോലും, ഒരു ചെറിയ നോട്ടം പോലും, ഒരു ചെറിയ ഹൃദയ വിചാരം പോലും അവിടുത്തെ മുമ്പിൽ പാപമാണ്. കാരണം അവൻ വിശുദ്ധനാണ്, വിശുദ്ധിയിൽ ഭയങ്കരനാണ്. പാപം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം നാം ഒന്ന് ധ്യാനിച്ചാൽ പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ ബൈബിളിലുണ്ട്. ഞാനത് പറഞ്ഞു കേൾപ്പിക്കാം. 1, ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. സാദൃശ്യവാക്യം 21:4. ഞാനത് വിശദീകരിക്കുന്നൊന്നുമില്ല. 2, ഭോഷന്റെ നിരൂപണം പാപം തന്നെ, അതും സദൃശ്യവാക്യം 24:9. 3, വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തത് ഒക്കെയും പാപം തന്നെ. മറക്കരുതേ, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം എന്താ? പാപം. ഇന്ന് രാത്രി സ്തോത്രം പറയുന്നെങ്കിൽ വിശ്വാസത്തോടെ പറഞ്ഞോണം.
ഹല്ലേലൂയ പറയുന്നെങ്കിൽ വിശ്വാസത്തോടെ പറഞ്ഞോണം. കൈയടിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ കൈയടിച്ചോണം. ആരാധിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ ആരാധിച്ചോണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ വിശ്വാസത്തോടെ മഹത്വപ്പെടുത്തിക്കോണം. കൃപ പ്രാപിച്ച ദൈവ പൈതലേ, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. റോമാലേഖനം 14:23 4 മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. യാക്കോബ് 2:9 5 നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവനതെന്താണ് പാപം. യാക്കോബ് 4:17 6 പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. 1 യോഹന്നാൻ 3:4 7 ഏത് അനീതിയും പാപം തന്നെ. 1 യോഹന്നാൻ 5:17 രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യാത്മാവിന്റെ മണ്ഡലത്തിലാണ് പാപമുണ്ടായതെങ്കിലും അതിൻ്റെ അനന്തരഫലം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ബാധിച്ചു. ശേഷം സർവ സൃഷ്ടിയും പാപത്തിന്റെ ഫലമായ ശാപത്തിന്റെ കീഴിലായി. സൃഷ്ടിദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് റോമാലേഖനത്തിൽ പൗലോസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ പാപനിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്. മൃഗങ്ങളും മനുഷ്യരും ശാപത്തിന് വിധേയരായി. ആദാമിന്റെ യൗവയുടെയും വീഴ്ച അവരിൽ നിന്നുണ്ടായ സകല സന്തതി പരമ്പരകളെയും സാരമായിട്ട് ബാധിച്ചു. അങ്ങനെ എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ മുൻപാകെ കുറ്റക്കാരും അനുസരണക്കേടിന്റെ മക്കളും കോപത്തിന്റെ മക്കളുമായി തീർന്ന് ദൈവത്തിൽ നിന്നും അകന്ന് കപടവും വഞ്ചനയും അഭക്തിയും നിറഞ്ഞ് ബലഹീനരും അഭക്തരുമായി മാറി. മാത്രമല്ല പാപങ്ങളാലും അതിക്രമങ്ങളാലും നരകുലം മരിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, പാപം ആത്മഹത്യയിൽ ആരംഭിച്ച് പാപം പ്രാതിഹത്യയിൽ വളർന്ന് പാപം ദൈവഹത്യയിൽ പരമകാഷ്ഠയിലെത്തി. അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലിമരണം. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പരിശുദ്ധനായ നമ്മുടെ കർത്താവ്, വിശുദ്ധനായ നമ്മുടെ കർത്താവ്, അതിപരിശുദ്ധനായ നമ്മുടെ കർത്താവ്, പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് ഒരു കുറ്റവാളിയെ പോലെ ക്രൂശിൽ തൂങ്ങിയത് പാപം ചെയ്തിട്ടല്ല, മനുഷ്യന്റെ പാപം നിമിത്തമാണ്. ഇന്ന് രാത്രിയില് നാം ആരാധിക്കുന്ന കർത്താവ് എത്ര വിശുദ്ധനാണല്ലേ. ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്ന കർത്താവ് എത്ര പരിശുദ്ധനാണ്. പരിശുദ്ധനല്ലേ നമ്മുടെ കർത്താവ്. യേശു പരിശുദ്ധനാണ്, യേശു പരിശുദ്ധനാണ്, യേശു പരിശുദ്ധനാണ്. അവിടുന്ന് വിശുദ്ധനാണ്, അവിടുന്ന് വിശുദ്ധനാണ്, അവിടുന്ന് വിശുദ്ധനാണ്. കരമുയർത്തി അവനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ലോകത്തിൽ വന്നിട്ട് മാനവകുലത്തെ നോക്കി മാറത്ത് തട്ടി യേശു ആരും ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമെന്നും ചരിത്രത്തിന്റെ താളിൽ ഒരു വിളക്ക് പോലെ ജ്വലിച്ചു നിൽപ്പുണ്ട്. ആ ചോദ്യം എന്താണ്? നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? അപ്പം നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ തൻ്റെ ഇടമുണ്ടെന്ന് ലോകത്തോട് ഉറക്കെ ചോദിച്ച നീതിമാനായ ഒരു വ്യക്തി പ്രഭാവം ഉണ്ടെങ്കിൽ എൻ്റെ യേശുവാണ്. പാപമില്ലാത്തവനാണവൻ. ആമേൻ. രാജാറാം മോഹൻ റോയ് പറഞ്ഞത്, വെളിച്ചം പോലെ വിശുദ്ധനാണ് യേശു, കുഞ്ഞാട് പോലെ നിർദോഷിയാണ് യേശു, കുറുമ്പ്രാവ് പോലെ നിഷ്കളങ്കനാണ് യേശു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ആ വിശുദ്ധനായ മനുഷ്യന്റെ കാലഘട്ടങ്ങളിൽ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം പറിച്ച പിടിഞ്ഞ ചോര കൊണ്ട് ഞാൻ അവൻ്റെ പാദ കഴുകുമായിരുന്നു. ഇവരൊക്കെ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞെങ്കിലും യേശുക്രിസ്തു കാൽവറിയിലെ മരണത്തിലൂടെ മാനവരാശിക്കൊരുക്കിയ ദിവ്യമാകുന്ന രക്ഷ അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ആ രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞ നമ്മൾ എത്രയോ ധന്യരാണ് പ്രിയരെ.
എത്ര വിശുദ്ധനാണ് നമ്മുടെ കർത്താവ്! അവനെ വിസ്തരിച്ച ഒറ്റ മതകോടതികളിലെ കരുത്തരായ ഒറ്റ ന്യായാധിപന്മാർക്ക് പോലും അവനിൽ കടുകോളം കുറ്റം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. ഒടുക്കം അവനെ വിസ്തരിച്ച പീലാത്തോസിന്റെ സഹധർമ്മിണി യേശുക്രിസ്തുവിനെ കുറിച്ച് പീലാത്തോസിനോട് പറയുക, നീ ആ നീതിമാനായ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടരുത്. പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ ക്രൂശിക്കായ നാർക്കുന്ന പുരുഷാരത്തോട് പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ ക്രൂശിക്ക എന്ന് പറയുന്ന ഈ നീതിമാനായ മനുഷ്യന് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. അവ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത് ഒരു കുറ്റവാളിയല്ല, നമ്മൾ ആരാധിക്കുന്നത് ഒരു പാപിയല്ല, നമ്മൾ ആരാധിക്കുന്നത് ഒരു രാജ്യദ്രോഹിയല്ല, നമ്മൾ ആരാധിക്കുന്നത് ഒരു സാമൂഹിക ദ്രോഹിയല്ല, നമ്മൾ ആരാധിക്കുന്നത് ലോകത്തിലെ ഒറ്റ മതകോടതികൾക്കും ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്ത വിശുദ്ധിയിൽ ഉന്നതനായ സർവശക്തനെയാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. ഓ, കരമടിച്ചവനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. പാപമില്ലാത്ത ആ പരിശുദ്ധൻ, പരിശുദ്ധയുടെ വിശ്വരൂപമായവൻ ഒരു കുറ്റവാളിയെ പോലെ കാൽവറി ക്രൂശിൽ മരിച്ചത് എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്തിട്ടല്ല, എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടല്ല. പരിശുദ്ധനായ കർത്താവ് ഒരു കുറ്റവാളിയെ പോലെ ക്രൂശിൽ പിടഞ്ഞു മരിച്ചത് ഏതാണ്ട് 5480 മുറിവുകളേറ്റ്, പുറത്തു മാത്രം 150 പരം ആഴമുള്ള മുറിവുകളേറ്റ്, 17 മുള്ളുകൾ തലയിലേക്ക് ആഴ്ന്നിറങ്ങി, 17 മണിക്കൂർ വെള്ളം കുടിക്കാതെ ദാഹിച്ചു വലഞ്ഞ് 50 കുതിരസേവകരാലും 350 പട്ടാളക്കാരാലും അടിയേറ്റ് 150 കിലോ തൂക്കമുള്ള മരക്കുരിശ് തോളിൽ വെച്ച് കാൽവറിയിലേക്ക് നടന്ന് കാൽവറി കുലമരത്തിൽ ഇത്ര ദാരുണമായി നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ടത് പാപം ചെയ്തിട്ടല്ല, അവിടുന്ന് ക്രൂശിക്കപ്പെട്ടത് മനുഷ്യന്റെ പാപം നിമിത്തമാണ്, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ സകല മനുഷ്യവർഗത്തിന്റെയും സകല പാപത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ അവസാന തുള്ളി ചോരയൊഴുക്കി പരമയാഗമായ യേശുക്രിസ്തുവിന്റെ പാവനമാകുന്ന രക്തത്തിലൂടെ കഴുകൽ പ്രാപിച്ച ദൈവവൈതലേ, നിന്റെ ഉത്തരവാദിത്തമാണ് പാപത്തോട് പോരാടുക, നിന്റെ ഉത്തരവാദിത്തമാണ് പാപത്തോട് എതിർത്ത് നിൽക്കുക, നിന്റെ ഉത്തരവാദിത്തമാണ് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, നിന്റെ ഉത്തരവാദിത്തമാണ് പാപത്തെ മുറുകെ പിടിക്കാതിരിക്കുക. നമ്മുടെ പ്രത്യാശാനാഥനാകുന്ന കർത്താവ് അനധിവിദൂര ഭാവിയിൽ പുനരാഗമിക്കാൻ പോകുന്നത് പാപിയെ ചേർക്കാനല്ല, മഹാദൈവമായവൻ മഹത്വം മാറ്റി മാനവാകാരം സ്വീകരിച്ച് മറിയയുടെ ഉദരം കടമെടുത്ത് ഈ താണലോകത്തിൽ മനുഷ്യനായി വന്നത് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാനാണെങ്കിൽ, കാൽവറിയിൽ മരിച്ചത് പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണെങ്കിൽ, ഇനിയും അവൻ വരുന്നത് പാപിയെ രക്ഷിക്കാനല്ല, പാപിയെ ചേർക്കാനല്ല. ഇനി അവൻ വരുന്നത് ആരെ ചേർക്കാനാ? കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത തന്റെ നിർമ്മല കാന്തയാകുന്ന സഭയെ ചേർക്കാനാ കർത്താവ് വരുന്നത്. കറ ഉണ്ടാവരുത്, ചുളുക്കം നമ്മിലുണ്ടാവരുത്, മാലിന്യവും വാട്ടവും നമ്മിലുണ്ടാവരുത്. പാപത്തോട് ഓരോ ദിവസവും പോരാടിക്കോണം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കോണം, പാപത്തെ ഓരോ ദിവസവും കീഴ്പ്പെടുത്തിക്കോണം, പാപത്തെ മുറുകെ പിടിക്കരുത്. പാപം ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റും. പാപം നമ്മുടെ വേദപുസ്തക ധ്യാനങ്ങളെ നശിപ്പിക്കും. പാപം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കും. പാപം നമ്മുടെ പ്രാഗൽഭ്യത്തെ ഇല്ലാതാക്കും. പാപം നമ്മുടെ സാക്ഷ്യത്തെ തകർത്ത് കളയും. പാപം നമ്മെ ജഡീകരല്ല പ്രാകൃതരാക്കും. പാപം കെടാത്ത തീയും ചാകാത്ത പുഴുവും വമിക്കുന്ന ഭീകരമാകുന്ന നരകത്തിലേക്ക് നാം അറിയാതെ നമ്മെ വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് കൃപ പ്രാപിച്ച ദൈവമൈതലേ, നമുക്കിവിടെ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത ഒന്നാമത്തെ സംഗതി പാപങ്ങളെയാണ്. ഇന്ന് രാത്രിയില് പാപത്തെ താലോലിക്കുന്ന ആരെങ്കിലും
ഈ ശബ്ദപരിധിയിലുണ്ടോ? പാപത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിലുണ്ടോ? പാപത്തിൽ രസിച്ച് തുടിച്ചു മതിച്ചു പുളയ്ക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിലുണ്ടോ? പാപത്തിന്റെ കുഴഞ്ഞ ചേറിൽ നീന്തി തുടിച്ചു പാപത്തിന്റെ സുഖഭോഗങ്ങളെ ആസ്വദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്നേഹിതോ, ആ പാപം നിന്നെ കൊണ്ടെത്തിക്കുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവും വമിക്കുന്ന കത്തുന്ന നരകത്തിലാണ്. നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ പോക്കിയെടുത്ത് നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി നിന്നെ ഒരു ദൈവവൈതലാക്കുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു മതിയായ രക്ഷകനാണ്. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപങ്ങളെയും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. കർമ്മങ്ങൾക്കും കർമ്മകാണ്ഡങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ശാരീരിക ദണ്ഡനങ്ങൾക്കും വഴിപാടുകൾക്കും ആണ്ടാണ്ടിന്റെ കാത്തിരിപ്പുകൾക്കും തുടച്ചു മായ്ക്കുവാൻ കഴിയാത്ത ഏത് കർമ്മപാപങ്ങളെയും ഏത് ജന്മപാപങ്ങളെയും തുടച്ച് കഴുകി വൃത്തിയാക്കാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം ഉറക്കെന്ന് പറഞ്ഞേ പാപങ്ങൾ. ആ കുറിപ്പ് ഞാൻ വിടുക. ഇനി മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്നാ? കാര്യം പാർക്കുന്ന വീട് അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക സമ്പത്ത്. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 15-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. അവൻ തന്റെ വീടിനെ ആശ്രയിക്കും, അതോ നിൽക്കുകയില്ല. അവൻ അതിനെ മുറുകെ പിടിക്കും, അതോ നിലനിൽക്കുകയില്ല. ഇയ്യോബിന്റെ കഷ്ടതയുടെ കഠിന ശോധനയിൽ തന്നെ സമാശ്വസിപ്പിക്കുവാൻ വന്ന തന്റെ പ്രാണസ്നേഹിതർ തനിക്കെതിരായി പറഞ്ഞ വാക്കായത്. എല്ലാം നഷ്ടമായി, നഷ്ടത്തിന്റെ കണക്കുകൾ നിരത്തി, ശരീരമല്ല പുഴുത്ത് അസഹ്യമായ വേദന സഹിക്കാൻ കഴിയാതെ ചാരത്തിനകത്തിരുന്ന് ഒട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബിനെ നോക്കി പ്രാണസ്നേഹിതര് പറയുക, അവൻ തന്റെ വീടിനെ ആശ്രയിക്കും, അത് നിൽക്കയില്ല. ഇയ്യോബ് ഒന്നിലും ആശ്രയിച്ചിട്ടില്ല. ആശ്രയിക്കാൻ അവന് ലോകത്തിൽ പലതും ഉണ്ടായിരുന്നെങ്കിലും ആയുസിന്റെ അന്ത്യം വരെ ഇയ്യോബിന്റെ ആശ്രയം സമ്പത്തിലല്ല, സ്വാധീനത്തിലല്ല, ധനത്തിലല്ല, സ്നേഹിതരിലല്ല. അവന്റെ ആശ്രയം അവന്റെ സൃഷ്ടാവായ ദൈവത്തിലായിരുന്നു. ഇന്ന് രാത്രിയിലും എൻ്റെ ആശ്രയം എൻ്റെ ദൈവത്തിലാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഈ വീടിൻ്റെ അങ്കണത്തിലുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആശ്രയിക്കാൻ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് പലതുണ്ടെങ്കിലും എൻ്റെ ആയുസിൻ്റെ അന്ത്യ നിമിഷം വരെ എൻ്റെ ആശ്രയം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകും മുമ്പേ എന്നെ മെടഞ്ഞ് എൻ്റെ ദൈവത്തിലാണെന്ന് ബോധ്യമുള്ളവർക്കായി സ്തോത്രം. ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഞങ്ങളുടെ ആശ്രയം അവനാണ്. ദൈവത്തിൽ ആശ്രയമുള്ള ജനം ഭാഗ്യമേറിയതാ. ആമേൻ. സമരമുഖങ്ങളുടെയും ജീവിത പ്രതിസന്ധികളുടെയും ജീവിതത്തിന്റെ താഴ്ചകളുടെയും നടുവിൽ ദൈവ പൈതലേ, നിന്റെ ആശ്രയം നീ സേവിക്കുന്ന ദൈവത്തിലാണെങ്കിൽ ദൈവത്തിൽ ആശ്രയമുള്ള നീ യാത്രയുടെ ദൂരം കൊണ്ട് ക്ഷീണിച്ചു പോകത്തില്ല. ദൈവത്തിൽ ആശ്രയമുള്ള നീ ഒരിടത്തും പരാജയപ്പെടത്തില്ല. ദൈവത്തിൽ ആശ്രയമുള്ള നിന്റെ തല ഒരിടത്തും കുനിയാൻ നിന്റെ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. യോബിനെ കുറിച്ച് കൂട്ടുകാർ പറയുക, അവൻ തൻ്റെ വീടിനെ ആശ്രയിക്കും, അത് നിൽക്കയില്ല. അടുത്തത്, അവൻ അതിനെ മുറുകെ പിടിക്കും. അയാൾ ഒന്നും മുറുകെ പിടിച്ചിട്ടില്ല. ആയുസിന്റെ അന്ത്യ സെക്കൻഡ് വരെ അവൻ മുറുകെ പിടിച്ചത് വിളിച്ച ദൈവത്തിലുള്ള ഭക്തിയ. അവൻ തൻ്റെ വീടിനെ ആശ്രയിക്കും, അത് നിൽക്കയില്ല. അവനതിനെ മുറുകെ പിടിക്കും, അതോ നിലനിൽക്കയില്ല. ഇവിടെ രണ്ട് പദങ്ങൾ ശ്രദ്ധേയമാണ്. രണ്ട് പദങ്ങൾ. ഒന്ന്, നിൽക്കയില്ല. രണ്ട്, നിലനിൽക്കയില്ല.
എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച രണ്ട് പദമാ. നിൽക്കത്തില്ല. പ്രിയരെ, ഇവിടെ നിൽക്കാത്തതിനെയും ഇവിടെ നിലനിൽക്കാത്തതിനെയും മുറുകെ പിടിച്ച് നിത്യമായി നിലനിൽക്കുന്ന നിത്യതയെ ഞാനും നിങ്ങളും നഷ്ടമാക്കുന്നവരാകരുത്. ആമേൻ. നിൽക്കാത്തതിനെയും നിലനിൽക്കാത്തതിനെയും മുറുകെ പിടിക്കുവാൻ ശത്രുവായവൻ നിന്റെ മുമ്പിൽ കൊണ്ടിടും. പക്ഷെ മറക്കല്ല്, നിന്റെ മുമ്പിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് നിലനിൽപ്പുള്ളൊരു നിത്യതയാണ്. ആമേൻ. അവൻ തൻ്റെ വീടിനെ ആശ്രയിക്കും, അവൻ നിൽക്കത്തില്ല. അവൻ അതിനെ മുറുകെ പിടിക്കും. അതോ അപ്പൊ ഇവിടെ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം, പാർക്കുന്ന വീട് അല്ലെങ്കിൽ ഭൗതിക ഇതിനു വേണ്ടി തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലേ? ഈ രണ്ട് കാര്യത്തിന്, സമ്പത്തിനും വീടിനും ഒക്കെ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. മരണം വരെ അതിനു വേണ്ടി മാത്രം. ഇതിനെ മുറുകെ പിടിക്കരുത്. ഇതിനെ മുറുകെ പിടിക്കരുതെന്ന വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നതിന് മുമ്പിൽ 3 കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം, എങ്കിലും ഞാനൊന്ന് ആവർത്തിക്കാം. 1, ഇത് നിലനിൽക്കത്തില്ല. സ്തോത്രം. ഇത് നിലനിൽക്കത്തില്ല. ഇത് നിലനിൽക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് നഷ്ടപ്പെടും. ഈ വീടും ഇവിടുത്തെ സമ്പത്തുമൊക്കെ നിലനിൽക്കുമോ? നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഉണ്ടോ? നാം സ്വന്തമെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നിലനിൽക്കാത്തതാണ്. അത് നഷ്ടപ്പെടാനുള്ളതാണ്. എന്നാൽ നിലനിൽക്കുന്ന, നഷ്ടപ്പെടാത്ത ഒന്ന് നിനക്കുണ്ട്. ഇന്ന് രാത്രി ആത്മകണ്ണുകൾ കൊണ്ട് അത് കാണുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇതിനെ മുറുകെ പിടിക്കരുതെന്ന് വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നതിൻ്റെ പിമ്പിലെ രണ്ടാമത്തെ കാര്യം എന്നാന്നറിയാവോ? ഇത് അഴിഞ്ഞു പോകാനുള്ളതാ. വസ്ത്രം അഴിയുന്നത് പോലെ അഴിഞ്ഞു പോകും. മരത്തോട് ചേർത്ത് ചുറ്റിയിരിക്കുന്ന ഒരു കയറ് കാലപ്പഴക്കത്തിൽ അഴിഞ്ഞു വീഴുന്ന പോലെ അഴിഞ്ഞു വീഴും. ഒരു തൂടിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന ചെങ്ങല കാലപ്പഴക്കത്തിൽ ദ്രവിച്ചഴുകുന്നത് പോലെ ഇത് അഴിഞ്ഞു പോകും. ഭൂമിയും അതിൻ്റെ പണിയും അഴിഞ്ഞു പോകും. അഴിഞ്ഞു പോകാനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ. കോട്ടയ്ക്കകത്തും ആര് കയറും? മൃത്യു കയറും. മരണത്തിന് നിന്റെ റിമോട്ട് കൺട്രോൾ ഗേറ്റ് വിഷയമല്ല. മരണത്തിന് നിന്റെ വളർത്തു നായ്ക്കൾ വിഷയമല്ല. മരണത്തിന് നിന്റെ CCTV സംവിധാനങ്ങൾ വിഷയമല്ല. മരണത്തിന് നിന്റെ വിലയേറിയ കഥക് വിഷയമല്ല. മരണത്തിന് നിന്റെ യാതൊരു ആധുനിക സൗകര്യങ്ങളുടെ ചുറ്റുപാടും വിഷയമല്ല. അവന്റെ സമയമാകുമ്പോൾ സകല കഥകളെയും പൊളിച്ചുകൊണ്ട് അവൻ നിന്റെ അടുക്കൽ വന്ന് അവന്റെ തണുത്ത കരം കൊണ്ട് പിടിച്ചിട്ട് പറയും, വാ പോകാം. അതുകൊണ്ട് ഇതിനെ മുറുകെ പിടിക്കരുത്. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാ. നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയമാണ് 2018 സംഭവിച്ചത് അല്ലേ? ആ സമയത്ത് മുണ്ടക്കയത്ത് ഉരുൾപൊട്ടലുണ്ടായി. ഒരു മല ഇടിഞ്ഞൊഴുകി വരികയാണ്. ഒഴുകുന്ന നദിയുടെ തീരെ താഴെ കുഴിച്ച് ഫില്ലറിട്ട് പണിത മനോഹരമായ ഒരു കൊച്ചു വീട്. എത്ര സുന്ദരമാണ് ഒഴുകുന്ന നദിയുടെ തീരത്ത് ആ വീട് തലപൊക്കി നിൽക്കുന്നത് കാണാൻ. ഒരു കന്യക അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ലാഘവത്തിൽ ആ വീടങ്ങനെ നിൽക്കുകയാണ്. പോകുന്നവർ നോക്കും, ഫോട്ടോ എടുക്കും, സ്റ്റാറ്റസ് ഇടും. ഉരുൾപൊട്ടൽ ഒഴുകി വന്ന മലവെള്ളപ്പാച്ചിലിന് അതിന്റെ സൗന്ദര്യം വിഷയമല്ല. തറയിൽ കിടന്നൊരു വെള്ളത്തുള്ളി തുടച്ചെടുക്കുന്ന പോലെ ഹുങ്കാര ശബ്ദത്തോടെ ഒഴുകി വന്ന മലവെള്ളപ്പാച്ചിൽ ആ വീടിന്റെ അടിത്തറ ഇളക്കിയതിനെ തൂത്തുകൊണ്ടുപോയി കയറുകെട്ടി തടഞ്ഞു നിർത്താൻ, ചാക്കിൽ മണൽ വെച്ച് തടയിടാൻ, ചങ്ങല കൊണ്ട് കെട്ടി നിർത്താൻ ആർക്കും പറ്റിയില്ല. വീഡിയോ എടുക്കുന്നവരും വീടിന്റെ ഉടമസ്ഥരും മാറത്തടിച്ചയ്യോ എന്ന് നിലവിളിച്ചു നോക്കി നിൽക്കുമ്പോൾ ഹുങ്കാര ശബ്ദത്തോടെ മലയിളകി ഉണർന്ന ആ മലവെള്ളപ്പാച്ചിൽ അതിനെ പറിച്ചെടുത്തോണ്ട് പോയി.
നിലനിൽക്കത്തില്ല. ഇതെല്ലാം അഴിഞ്ഞു പോകാനുള്ളതാണ്. കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തോ. ഇവിടെ പാർക്കുന്ന വീടിനെയും ഇവിടുത്തെ ഭൗതിക സമ്പത്തിനെയും നാം മുറുകെ പിടിക്കരുതെന്ന് വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നതിന്റെ പിമ്പിലെ മൂന്നാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? അതാണ് എന്നെ ആനന്ദിപ്പിച്ചത്. അഴിഞ്ഞു പോകുന്നതല്ല, നിലനിൽക്കാത്തതല്ല, അതല്ല എന്നെ ആനന്ദിപ്പിച്ചത്. എന്നെ ആനന്ദിപ്പിച്ചത് മൂന്നാമത്തെ കാര്യമാണ്. പാർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തുകളെയും വല്ലാതെ മുറുകെ പിടിക്കരുതെന്ന് വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നതിന് മുമ്പില് മൂന്നാമത്തെ സംഗതി എന്നെ ആനന്ദത്തിലാക്കി, സർവോപരി ആവേശത്തിലാക്കി. അതിന്റെ കാര്യം എന്നാന്നറിയാമോ? കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു വീട് നമുക്ക് എവിടെ ഉണ്ട്? ഹല്ലേലൂയ. റാസൽ ഖൈമയിലല്ല, ബാംഗ്ലൂരിലല്ല, വാഷിംഗ്ടണിലല്ല, ന്യൂയോർക്കിലല്ല, അങ്ങകലെ കാനഡയിലല്ല, അങ്ങകലെ മഞ്ഞു പെയ്യുന്ന തണുപ്പുള്ള രാജ്യത്തല്ല. കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ മനോഹരമായ ഒരു ഭവനം കൃപ പ്രാപിച്ച നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന് കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി വിശ്വാസിയെ, അഴിഞ്ഞു പോകുന്ന, പൊളിഞ്ഞു പോകുന്ന, ദ്രവിച്ചു പോകുന്ന, നിലനിൽക്കാത്ത ഈ ഭൗതിക കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലെ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ നിത്യഭവനത്തെ ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ അവർ കരമടിച്ച് ആത്മാവിലൊന്ന് സന്തോഷിച്ചേ. ഒരാ ശക്തിയോടെ കൃപ 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 കൃപ. നിത്യതയുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ അകത്ത് ബലപ്പെടട്ടെ. നിത്യതയുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ അകത്ത് കത്തിക്കയറട്ടെ. നിത്യതയുടെ ദർശനം ഒരു കാട്ടുതീ പോലെ നമ്മുടെ അകതാരിൽ പടരട്ടെ. ഇവിടുത്തെ സമ്പത്തിനെയും പാർക്കുന്ന വീടിനെയും വേർപെട്ട വിശ്വാസി മുറുകെ പിടിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നതിന് മുമ്പിലെ മൂന്നാമത്തെ കാരണം എത്ര സുന്ദരമാ. കൈപ്പണിയല്ലാത്ത ഇവിടുത്തെ വീടുകൾ കൈപ്പണിയാ. അതാ മലവെള്ളം വന്ന് തുടച്ചോണ്ട് പോയത്. ഇവിടുത്തെ വീടുകൾ കൈപ്പണിയാ. അതാ പായലും പൂപ്പലും കയറുന്നത്. എത്രയൊക്കെ പരസ്യക്കാര് പായലേ വിട, പൂപ്പലേ വിട എന്നൊക്കെ ചൊല്ലിയാലും കാലം കഴിയുമ്പോൾ പായൽ പിടിക്കും, പൂപ്പൽ പിടിക്കും, ദ്രവത്വം പിടിക്കും. എന്നാൽ സ്വർഗത്തിലെ വീട് പായൽ പിടിക്കുന്നതല്ല, പൂപ്പൽ പിടിക്കുന്നതല്ല, ദ്രവത്വം ബാധിക്കുന്നതല്ല. അത് കൈപ്പണിയല്ല, ദൈവത്തിന്റെ ദാനമാ. ആ മനോഹരമായ ഭവനം എവിടാ? നമുക്ക് ഉറക്കെന്ന് പറഞ്ഞേ. വെളിപ്പാട് പുസ്തകം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അവസാന അധ്യായം വായിക്കണം. വീട്ടിൽ ചെന്നേരെ ആ ഭവനത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ദൈവഭക്തൻ ആ ഭവനത്തെക്കുറിച്ച് പണ്ട് എന്റെ അമ്മ മരിച്ചപ്പോൾ അദ്ദേഹം എഴുതി, എൻ ഭവനം മനോഹരം, ചിന്താതീതം, വർണ്ണ്യാതീതം, സമ്മോദകം. ദൂരമേഘപ്പാളികൾ, താരാപഥ വീജികൾ, 10 രത്നക്കല്ലുകൾ. ആ വൃത്തത്തിനകത്ത് 12 കയറ്റാൻ പറ്റത്തില്ല. സംഗീതത്തിൻ്റെ കണക്കറിയാവുന്ന ആളായതുകൊണ്ടായിരിക്കാം. 10 2 എത്ര? 10 രത്നക്കല്ലുകൾ കൊണ്ട് തീർത്ത ആ വീട്, അത് കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞെന്നാ. ഇന്ന് രാത്രിയിൽ ദ്രവത്വം ബാധിക്കാൻ പോകുന്ന, പൊളിഞ്ഞു പോകാൻ പോകുന്ന, നിലനിൽപ്പില്ലാത്ത ഇവിടത്തെ താൽക്കാലിക ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പണിതിരിക്കുന്ന ദൈവത്തിന്റെ ദാനമായ കൈപ്പണിയല്ലാത്ത മനോഹര ഭവനത്തെ ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇനിയും കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയോ. ഓരോ ദിവസവും കാണണം ആ വീട്, ഓരോ ദിവസവും കാണണം ആ വീട്, ഓരോ ദിവസം ആ വീടിനെ കുറിച്ച് ചിന്തിക്കണം. ആമേൻ. എത്ര ഭാഗ്യമുള്ളവരാ നമ്മള്. ഇവിടുത്തെ പരിമിതി ഓർത്ത് ഞരങ്ങരുത്. ഇവിടെ നമ്മൾ കൂടാരവാസികളാ, ഇവിടെ നമ്മൾ പരദേശികളാ,
ഇവിടെ നമ്മൾ അന്യരാണ്. നമ്മുടെ സിറ്റിസൺഷിപ്പ് ഇവിടല്ല, നമ്മുടെ പൗരത്വം ഇവിടല്ല, നമ്മുടെ വീടും നാടും ഇവിടല്ല. ആമേൻ.